ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു പവാസ് കിച്ചൻ. ഇന്ന് ഞാനൊരു തണ്ണിമത്തൻ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് നമുക്ക് എങ്ങനെ തണ്ണിമത്തൻ ജ്യൂസ് റെഡിയാക്കണമെന്ന് നോക്കാം. തണ്ണിമത്തൻ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 4 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി സാധാരണ നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കത്തി വെച്ച് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായി ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊരു കയ്യിൽ വെച്ച് ഇതുപോലെ ചുരണ്ടി എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ തണ്ണിമത്തൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചെടുക്കുന്ന തണ്ണിമത്തന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കൊന്നും തണ്ണിമത്തൻ്റെ ഒരു രുചി ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇതുപോലെ പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു റോസ് മിൽക്കിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് അവർ കുടിക്കും. ഒരു പ്രത്യേക ടേസ്റ്റാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തണ്ണിമത്തനിൽ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് കൂടി ചേർത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തണ്ണിമത്തൻ ജ്യൂസ് റെഡിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. ഇതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തണ്ണിമത്തൻ പാലൊഴിക്കാത്തത് മേളിലിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് സമയത്ത് ഇതുപോലുള്ളൊരു ജ്യൂസൊക്കെ കുടിക്കുന്നത് നല്ല എനർജി ആയിരിക്കും. അപ്പോൾ ഇനി തണ്ണിമത്തൻ വാങ്ങിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.